Hi students, welcome back to our science class. Today we will study the remaining part of our 14th chapter, Electric Current and its Effect. Standard 7, Chapter 14, Electric Current and its Effects. Okay, and today we are going to discuss about the following topics such as electric fuses, magnetic effect of electric current, and electric bell. Okay, so let us learn them in detail. നമ്മൾ ഇലക്ട്രിക് ബൾബിനെ കുറിച്ച് പഠിച്ചു. അപ്പോൾ ഇൻകാണ്ടസെൻ്റ് ഇലക്ട്രിക് ബൾബ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. Okay, can you see this? Incandescent electric bulbs are often used for lightening, but they are also give heat. അതായത് ഇൻകാണ്ടസെൻ്റ് ഇലക്ട്രിക് ബൾബ്സ് നമ്മൾ യൂസ് ചെയ്യുമായിരുന്നു. നിങ്ങൾ ഈ ട്യൂബ് ലൈറ്റ് ഒക്കെ കണ്ടിട്ടില്ലേ? It means that a part of electricity consumed is used in producing heat. അതായത് ഇൻകാണ്ടസെൻ്റ് ലാമ്പ് ഉപയോഗിക്കുമ്പോഴത്തേക്കിന് അതിൻ്റെ നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റിയുടെ ഒരു ഭാഗം അത് ഹീറ്റായിട്ട് നഷ്ടപ്പെടുന്നുണ്ട്. ഓക്കെ, ദിസ് ഈസ് നോട്ട് ഡിസൈറബിൾ ആസ് ഇറ്റ് റിസൾട്ട് ഇൻ വേസ്റ്റേജ് ഓഫ് ഇലക്ട്രിസിറ്റി. ഇത് ഇലക്ട്രിസിറ്റിയുടെ വേസ്റ്റേജിന് കാരണമാകുന്നു. ദ ഫ്ലൂറസെൻ്റ് ട്യൂബ് ലൈറ്റ്സ് ആർ കോമ്പാക്ട് ഫ്ലൂറസെൻ്റ് ലാംപ്സ്. CFLs are better electricity efficient light sources. അപ്പോൾ ഇൻകാണ്ടസെൻ്റ് ഇലക്ട്രിക് ബൾബ് അതിനേക്കാളും കുറച്ചുകൂടെ നല്ലതാണ് CFL ലാമ്പ്. നിങ്ങളുടെയൊക്കെ വീട്ടിൽ കാണുമല്ലോ CFL ലാമ്പ്, കോമ്പാക്റ്റ് ഫ്ലൂറസെൻ്റ് ലാംപ്സ് എന്നാണ് CFL ലാമ്പിൻ്റെ ഫുൾ ഫോം. ഒന്നുകൂടെ പറയാം, കോമ്പാക്റ്റ് ഫ്ലൂറസെൻ്റ് ലാംപ്സ് or CFLs are better electricity efficient lightening sources. Okay, nowadays the use of light emitting diode LED bulbs is increasing for producing a given intensity of light. LED bulbs consume less electricity as compared to incandescent bulbs or fluorescent tubes or CFLs. Thus LED bulbs are much electricity efficient and therefore being preferred. അതായത് CFL ലാമ്പിനേക്കാളും കുറച്ചുകൂടെ മെച്ചമുള്ളതാണ് LED ബൾബ്സ്. LED ബൾബ്സാണ് ഇപ്പോൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണ്? LED ബൾബ്സ് കൺസ്യൂം ലെസ് ഇലക്ട്രിസിറ്റി. അതായത് LED ബൾബിന് വർക്ക് ചെയ്യാനായിട്ട് കുറച്ച് ഇലക്ട്രിസിറ്റി കുറച്ചേ ആവശ്യമുള്ളൂ. ആസ് കമ്പയർഡ് ടു ഇൻകാണ്ടസെൻ്റ് ബൾബ് ഓർ ഫ്ലൂറസെൻ്റ് ട്യൂബ്സ് ഓർ CFLs. ഈ CFLിനെ ഇൻകാണ്ടസെൻ്റ് ബൾബ്സിനെ അതുപോലെ ഫ്ലൂറസെൻ്റ് ട്യൂബ്സിനെയൊക്കെ അപേക്ഷിച്ച് കുറച്ച് ഇലക്ട്രിസിറ്റി മാത്രമേ LED ബൾബുകൾക്ക് ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ളത് LED ബൾബ്സാണ്. ഓക്കെ, thus LED bulbs are much electricity efficient and therefore being preferred. Okay, next is electric fuses. Okay, can you see this? Fuse used in buildings. Okay, fuse used in buildings. Okay, can you see this? And next is fuses used in electrical appliances. Okay, ഇത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, ഫ്യൂസ്. ഓക്കെ, വാട്ട് ഈസ് ഇലക്ട്രിക് ഫ്യൂസ്? ഇലക്ട്രിക് ഫ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ വയേഴ്സ് മെയ്ഡ് ഫ്രം സ്പെഷ്യൽ മെറ്റീരിയൽസ് ദാറ്റ് മെൽറ്റ് ക്വിക്ക്ലി ആൻഡ് ബ്രേക്ക് വെൻ ലാർജ് ഇലക്ട്രിക് കറൻറ്റ്സ് പാസ് ത്രൂ ദം. അതായത് നമ്മുടെ വീട്ടിലേക്കുള്ള ഇലക്ട്രിസിറ്റി സപ്ലൈ അല്ലെങ്കിൽ ആ സപ്ലൈ ലാർജ് എമൗണ്ട് ആകുമ്പോഴത്തേക്കിന് ഇതിലെ വയറ് തന്നെ കത്തി അങ്ങ് പൊട്ടിപ്പോവും. അങ്ങനെ നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങളെല്ലാം തന്നെ സേഫ് ആയിട്ടിരിക്കും അല്ലേ?
So, electric fuses, wires made from special materials that melt quickly. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഈ ഫ്യൂസിൽ ഒരു വയർ, ഒരു ഫ്യൂസ് വയർ, wires made from special materials that melt quickly and break when large electric current pass through them. അതായത് ഇലക്ട്രിക് കറണ്ട് ലാർജ് എമൗണ്ടിൽ വരുമ്പോഴത്തേക്കിന് ഈ ഫ്യൂസ് വയർ മെൽറ്റ് ചെയ്ത്, അതായത് ഉരുകി പൊട്ടി അങ്ങ് പോകും. ദീസ് വയേഴ്സ് ആർ യൂസ്ഡ് ഫോർ മേക്കിംഗ് ഇലക്ട്രിക് ഫ്യൂസ്. ഇലക്ട്രിക് ഫ്യൂസ് ഉണ്ടാക്കുന്നത് ഒരു പ്രത്യേകതരം വയർ ഉപയോഗിച്ചാണ്. എ ഫ്യൂസ് ഈസ് എ സേഫ്റ്റി ഡിവൈസ് which prevents damage to electrical circuits and possible fire. This is because if by accident the current exceeds the safe limit, the fuse wire melt or blow off and break the circuit. This prevents damage to electric circuit possible and damage to the electric appliances. അതായത് ഇലക്ട്രിക് ഫ്യൂസ് യൂസ് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, എ ഫ്യൂസ് ഈസ് എ സേഫ്റ്റി ഡിവൈസ്. ഇതൊരു സേഫ്റ്റി ഡിവൈസ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? വിച്ച് പ്രിവെൻറ്റ്സ് ഡാമേജ് ടു ഇലക്ട്രിക് സർക്യൂട്ട് ആൻഡ് പോസിബിൾ ഫയർ. അതായത് ഇലക്ട്രിക് സർക്യൂട്ടിൻ്റെ ഡാമേജ് ഒന്നും വരാതെ ഇരിക്കാനുള്ള സേഫ്റ്റി ഡിവൈസ് ആണ് ഫ്യൂസ് എന്ന് പറഞ്ഞാൽ. ദിസ് ഈസ് ബിക്കോസ് ഇഫ് ബൈ ആക്സിഡൻറ്റ് ദ കറണ്ട് exceeds the safe limit, the fuse wire melt or blow off and break the circuit. അതായത് ഈ ഇലക്ട്രിക് കറണ്ടിൻ്റെ ചാർജ് കൂടുമ്പോഴത്തേക്കിന്, അല്ലെങ്കിൽ ഇതിൻ്റെ സേഫ്റ്റി ലിമിറ്റ്, ഒരു സേഫ് ലിമിറ്റ് ഉണ്ടല്ലോ ഇലക്ട്രിക് കറണ്ടിൻ്റെ, അത് കൂടുമ്പോഴത്തേക്കിന് ഈ ഫ്യൂസ് വയർ തന്നെ മെൽറ്റ് ചെയ്ത് പൊട്ടിപ്പോകും. ഇതിലൂടെ ദിസ് പ്രിവെൻറ്റ്സ് ദ ഡാമേജ് ടു ഇലക്ട്രിക് സർക്യൂട്ട്. നമ്മുടെ ഇലക്ട്രിക് സർക്യൂട്ടിലുള്ള ഡാമേജിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നു. അതുപോലെ ദിസ് പ്രിവെൻറ്റ്സ് ഡാമേജ് ടു ഇലക്ട്രിക് സർക്യൂട്ട് പോസിബിൾ ആൻഡ് ഡാമേജ് ടു ഇലക്ട്രിക് അപ്ലയൻസസ്. നമ്മുടെ ഇലക്ട്രിക് ഉപകരണങ്ങൾക്കൊന്നും കേടുപാട് പറ്റാതാണ്ടിരിക്കാനായിട്ട് ഇലക്ട്രിക് ഫ്യൂസ് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, ക്യാൻ യു സീ ദിസ്? ദീസ് ഡേയ്സ് miniature circuit breakers MCBs are increasingly being used in place of fuses. അതായത് നിങ്ങളുടെയൊക്കെ വീട്ടിൽ കാണും, ഇപ്പോൾ ഫ്യൂസിന് പകരമായിട്ട് ഉപയോഗിക്കുന്നതാണ് MCBs. ഓക്കെ, these are switches which automatically turn off when current in a circuit exceeds the safe limit. അതായത് ഇതൊരു സ്വിച്ചാണ്. നമ്മുടെ സർക്യൂട്ടിലുള്ള കറണ്ടിൻ്റെ അളവ് സേഫ് ലിമിറ്റ് കഴിഞ്ഞ് കൂടുമ്പോഴത്തേക്കിന് ഈ സ്വിച്ച് തന്നെ അങ്ങ് ഓഫായിട്ട് പോകും. ഓക്കെ, യു ടേൺ ദം ഓൺ ആൻഡ് ദ സർക്യൂട്ട് ഈസ് വൺസ് അഗെയിൻ കംപ്ലീറ്റ്. ലുക്ക് ഫോർ ISI മാർക്ക് ഓൺ MCBs ഓൾസോ. നമ്മളിത് വാങ്ങിക്കുമ്പോഴത്തേക്കിന് ഇതിൽ ISI മാർക്ക് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഫ്യൂസ് പോലെ തന്നെയാണ്, ഇലക്ട്രിക് ഫ്യൂസ് പോലെ തന്നെയാണ്. ഇതിന് പറയുന്ന പേരാണ് മീനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കേഴ്സ്. ഓക്കെ, ദീസ് ആർ സ്വിച്ചസ് വിച്ച് ഓട്ടോമാറ്റിക്കലി ടേൺ ഓഫ് വെൻ കറണ്ട് ഇൻ എ സർക്യൂട്ട് എക്സീഡ്സ് ദ സേഫ് ലിമിറ്റ്. ഓക്കെ, അതായത് നമ്മുടെ ഇലക്ട്രിക് കറണ്ടിൻ്റെ അളവ് സേഫ് ലിമിറ്റിൽ കൂടുമ്പോഴത്തേന് ഇതിൻ്റെ സ്വിച്ച് അങ്ങ് ഓഫായി പോവും. പിന്നെ നമ്മൾ ഓണാക്കിയാലേ ഇത് ഓണാകത്തുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഈസ് മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിക് കറണ്ടിൻ്റെ മാഗ്നറ്റിക് ഇഫക്റ്റിനെ കുറിച്ചാണ് അടുത്തത് പറയുന്നത്. ആൻ ഇലക്ട്രോമാഗ്നെറ്റ് ഈസ് എ ടെമ്പററി മാഗ്നെറ്റ് which behaves like a magnet only when electric current is passed through it. It consists of an insulated wire wound around the magnetic materials like iron. അതായത് മാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ഒരു അയണിന് ചുറ്റും ഇൻസുലേറ്റഡ് ആയിട്ടുള്ള വയർ ചുറ്റി ഉണ്ടാക്കുന്നതാണ് ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ. ബോത്ത് എൻഡ്സ് ഓഫ് ദ വയേഴ്സ് ബിഹേവ്സ് ലൈക്ക് ബോത്ത് പോൾസ് ഓഫ് മാഗ്നറ്റ്. എന്നിട്ട് ഈ വയറിൻ്റെ ഓരോ എൻഡ്സും ഒരു മാഗ്നറ്റ് പോലെ ബിഹേവ് ചെയ്യും. ഓക്കെ, എപ്പോഴാണ്? കറണ്ട് ഇതിലേക്കൂടെ പാസ് ചെയ്യുമ്പോൾ. ഇലക്ട്രോ മാഗ്നറ്റ്സ് ആർ യൂസ്ഡ് ഇൻ മെനി ഡിവൈസസ് സച്ച് ആസ് ഇലക്ട്രിക് ബെൽസ്,
ക്രെയിൻസ്, ഇതിലെല്ലാം ഇലക്ട്രോ മാഗ്നറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുമ്പോഴത്തേക്കിന് ഈ വയറ് ഒരു ഇലക്ട്രോ മാഗ്നറ്റ് പോലെ മാഗ്നറ്റ് പോലെ വർക്ക് ചെയ്യും. ഇനി നിങ്ങളോട് ചോദിക്കുക, വാട്ട് ഈസ് ആൻ ഇലക്ട്രോ മാഗ്നറ്റ് ആൻഡ് റൈറ്റ് ഇറ്റ്സ് യൂസസ് എന്ന് ചോദിച്ചാൽ, വെൻ കറണ്ട് ഈസ് പാസ്ഡ് ത്രൂ എ കോയിൽ ഓഫ് വയർ ദെൻ ദ കോയിൽ ബിഹേവ്സ് ലൈക്ക് എ മാഗ്നറ്റ്. അതായത് ഒരു ഇലക്ട്രിക് കറണ്ട് ഒരു കോയിലിലൂടെ പാസ് ചെയ്യുമ്പോഴത്തേന് ആ കോയിൽ ഒരു മാഗ്നറ്റ് പോലെ വർക്ക് ചെയ്യും. വൺ എൻഡ് ഓഫ് ദ കോയിൽ ആക്ട് ആസ് എ നോർത്ത് പോൾ ആൻഡ് ദ അതർ എൻഡ് ആക്ട് ആസ് എ സൗത്ത് പോൾ. അതായത് മാഗ്നറ്റിൻ്റെ പോലെ തന്നെ ഈ കോയിലിൻ്റെ ഒരു എൻഡ് നോർത്ത് പോളും ഒരു എൻഡ് സൗത്ത് പോളുമായിട്ട് ആക്ട് ചെയ്യും. വെൻ ദ ഇലക്ട്രിക് കറണ്ട് ഈസ് സ്വിച്ച്ഡ് ഓഫ് ദ കോയിൽ ജനറലി ലോസസ് ഇറ്റ്സ് മാഗ്നറ്റിസം. അതായത് കറണ്ട് ഓഫ് ചെയ്യുമ്പോഴത്തേക്കിന് ഈ കോയിലിൻ്റെ മാഗ്നറ്റിസം നഷ്ടപ്പെടുന്നു. സച്ച് കോയിൽസ് ആർ കോൾഡ് ഇലക്ട്രോ മാഗ്നറ്റ്സ്. അത്തരം കോയിൽസിന് പറയുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റ്സ്. The electromagnets are very strong and their power can be increased, so they are very important. Two important applications of electromagnets are, they are used in electric bells, telegraphs, telephones, speakers. They are used in cranes to lift heavy loads of scrap iron or iron sheets. ഓക്കെ, ഇതൊക്കെയാണ് ഇലക്ട്രോ മാഗ്നറ്റ്സിൻ്റെ യൂസസ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഇലക്ട്രിക് ബെല്ലാണ്. ഓക്കെ, ക്യാൻ യു സീ ദിസ്? ദ സർക്യൂട്ട് ഓഫ് ആൻ ഇലക്ട്രിക് ബെൽ. ഓക്കെ, സർക്യൂട്ട് ഓഫ് ആൻ ഇലക്ട്രിക് bell. Can you see this? The circuit of an electric bell. Okay. The electric bell consists of an iron hammer around which wound by a wire. When current is passed by pressing button, the wire turns into temporary magnet. The hammer is attracted towards sound. When this tries, the current is disconnected automatically. It happens due to shift arrangement in it. The magnetic property of wire is lost and it comes back to its original position through a spring. In this way, we get separated hammering resulting in which of an electric bell. Okay. അതായത് ഇലക്ട്രിക് ബെൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ബെൽ കൺസിസ്റ്റ് ഓഫ് ആൻ അയൺ ഹാമർ. ഒരു അയൺ ഹാമർ ഉണ്ട്. എറൗണ്ട് വിച്ച് വൗണ്ട് ബൈ എ വയർ. ഇതിന് ചുറ്റും ഒരു വയറുണ്ട്. വെൻ കറണ്ട് ഈസ് പാസ്ഡ് ബൈ പ്രസ്സിങ് ബട്ടൺ. നമ്മൾ ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴത്തേനാണ് കറണ്ട് ഇതിലേക്കൂടെ പാസ് ചെയ്യുന്നത്. ദ വയർ ടേൺസ് ഇൻ ടു ടെമ്പററി മാഗ്നറ്റ്. അപ്പോൾ ഇതിലുള്ള വയർ ഒരു മാഗ്നറ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ദ ഹാമർ ഈസ് അട്രാക്ട് ടുവേഴ്സ് സൗണ്ട്. Okay, so this is the working of electric bell. So these are all today's topic. You study well. We will meet in the next class. Thank you.